അനൂപത് പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഏത് സൈസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. വാ, പെണ്ണുങ്ങളുണ്ടോ ഇവിടെ? പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടോന്നാ. അപ്പൊ മറ്റേ തൂഫാനൊക്കെ കാണിച്ചിട്ടാ ഇവിടെ പെണ്ണുങ്ങള് ഇവിടെ നിരന്ന് നിൽക്കാണ്. ആണോ? നിരന്ന് പെരുമ്പാവൂര് പെണ്ണുങ്ങൾ നിരന്ന് നിൽക്കുകയാണെന്ന് ഇവരൊന്നും അല്ല. മാഫിയ സംഘത്തലവന്മാരുടെ ടീമാണ്. പെരുമ്പാവൂരിലോട്ട് ഒരു യാത്ര. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡാണിത്. ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു കേട്ടോ. എവിടെ ഇത് നിൽക്കണേണ്ട? ആ, ഈ കോണിപ്പടികൾ അവിടെ ഉണ്ട്. അപ്പുറത്ത് നോട്ടിട്ട് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണക്കല്ലേ അല്ലെങ്കിൽ എവിടെ ഇത് നിൽക്കണേണ്ട? ഏത് ഈ നിൽക്കണേണ്ട? ഈ നിൽക്കണക്ക ഇത് ആളെ പിടിക്കാൻ, കസ്റ്റമറെ പിടിക്കാൻ നിൽക്കണയാ ആളെ. ഈ നിൽക്കണേണ്ടോ? ആ, അവരുടെ മുഖം കാണാം നമുക്ക്. നമ്മളവർ ചെന്ന് കഴിഞ്ഞാൽ അവര് ഓടിക്കളഞ്ഞു. അവിടെ നിങ്ങൾ വന്നേ, ഓടിക്കളഞ്ഞല്ലേ? പെരുമ്പാവൂര് പെണ്ണും കഞ്ചാവും MDMA-യും ഇപ്പോഴും ഉണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അഞ്ഞെവിടെ എവിടെ പായമാര്? ഓപ്പറേഷൻ തൂഫാൻ പെരുമാറില്ല. പെരുമാറി എവിടെയേ? ആ, ഇതെന്താ ആവശ്യമായിട്ട് എന്താ ബായ്? നിരോധിത പാൻ മസാല. എന്ത് സാധനം? ആ, ഇതെന്ത് സാധനം? കഞ്ചാവോ? മുനിസിപ്പാലിറ്റിയുടെ കെട്ടണം ഉണ്ടോ? ഏത്? ഇത് മുനിസിപ്പാലിറ്റി വാടക കൊടുത്തേക്കണം. നമ്മുടെ മേശനത്തിൽ തൂഫാൻ ഇറക്കിയിട്ട് പെരുമ്പാവൂരില്ല. അല്ല, ഇറക്കിയിട്ട് തൂഫാൻ ഇറക്കി അല്ലേ? ഇറക്കിയിട്ടുണ്ട്, പക്ഷെ പെരുമ്പാവൂരില്ല. അല്ല, അപ്പൊ ഇതെന്താ ഇതെന്ത് സാധനം? ഇത് ഒക്കെ നിരോധിത പാൻ മസാലയാണ്. ആണല്ലേ? ഇതിന്റെ മറവിലാണ് ഈ കഞ്ചാവ്, ബ്രൗൺ ഷുഗർ ഒക്കെ വിൽക്കണേ. എല്ലാണ്ട് ഇതാണ്ടാ? ഇതെന്ത് സാധനം? ഇത് മുറുക്കാങ്ങട പോലെ വെച്ചോണ്ടിരിക്കുക. ഇതേണ്ടാ? ആ, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. കണ്ടാ? നോക്കുമ്പോ പലചരക്കട, മൊബൈൽ കട, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ വാ, ഈ പെണ്ണുങ്ങളെ കണ്ടേ. പെരുമ്പാവൂര് ഗുണ്ടകളുടെ വിളയാട്ടം. ഭായമാർക്ക് സപ്പോർട്ടായ മലയാളികളും മലയാളികളുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ കണ്ടല്ല, നിരോധന പുകയിലാണ് ഇവിടെ. കണ്ടാ? ഇതെന്താ? ഒരു കടയുടെ വിൽക്കണേണ്. കണ്ടാ? സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ കാണാ? മുനിസിപ്പൽ പെരുമ്പാവൂർ ഇപ്പോഴും മയക്കുമരുന്ന്, പുകയില എല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണ്ട. ഇത് ഭായമാരുടെ കോട്ടയുണ്ടോ? നമ്മള് കടുക് പപ്പടം ഒക്കെ തൂക്കിയിട്ടേക്കണ മാതിരിയാ തൂക്കിയിട്ടാണ് ഈ സാധനം അല്ലേ? കണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ വിൽക്കണത്. കണ്ടോ? ഇതിങ്ങനെ പിന്നെ പുറത്തിങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഇതാ, പക്ഷെ അവരുടെ കയ്യിലുള്ളത് ഡെമോ, അതേമാതിരി തന്നെ കഞ്ചാവ്, അത് വിൽക്കാനാണ് ഇവരിവിടെ ഇരിക്കണേ. അല്ല, നമ്മള് നോക്കുമ്പോ വിചാരിക്കും ഇവരിത് ഈ പാൻ മസാല വിൽക്കാനിരിക്കുന്നതാണ്. ഇതും നിരോധിച്ചേക്കണെയാണ്. തിരുവനന്തപുരം മറ്റുള്ള സ്ഥലത്തൊന്നും ഇത് അനുവദിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ആരൊക്കെ ഇവിടെ ഇറക്കണത്? മലയാളികളുടെ കൈയുണ്ട് ഇതിൽ. മലയാളികളാണ് ഇവരുടെ പറയല്. ഇതിപ്പോ ഈ തൂഫാൻ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് പെരുമ്പാവൂര് മാത്രം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലമുണ്ട്. ഇരിക്കും, അവർക്കൊരു പേടി വരില്ലേ? അവർക്കിപ്പോ എന്തിനു പേടിയുണ്ട്? നമ്മളെ കണ്ടിട്ട് ഒരു പേടിയില്ല. ഒരു പേടിയില്ല. ഒരു പേടിയില്ല. ഇവിടെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വേണ്ട, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ബോംബെ പോലെ ഈ പെരുമ്പാവൂര്. ആ, പോട്ടെ പോട്ടെ. നമ്മൾ കാണുമ്പോ എവിടെ ദേവന് എവിടെ? ആ, അതേ പോണു. കണ്ടോ? എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു തൂഫാനും ആഞ്ഞടിച്ചിട്ടില്ല. നമ്മൾ കാണുമ്പോ വിചാരിക്കും ഇവരൊക്കെ ഇവിടെ ഈ മിക്സറ് വിൽക്കാനിരിക്കുന്നതാണ്. മിച്ചർ ഇതിന്റെ ഇവരിയ്ക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരുമ്പോ അവരെ പിടിക്കാൻ വേണ്ടി ഏജന്റുമാരെ ഇരിക്കണം. ഇതൊക്കെ ഏജന്റുമാരല്ലേ? ഇവരാണ് ഇതിന്റെ ഈ കഞ്ചാവിന്റെ ഇതിലൊക്കെ കച്ചവടം പിടിക്കണ ഏജന്റുമാർ ഇവരാണ്. ഇനി കാണാം. ഇനിയുണ്ട് കാഴ്ചകൾ കാണാൻ. പ്രേക്ഷകരെ മാക്സിമം ഷെയർ ചെയ്ത് വിടുക. പെരുമ്പാവൂർ സിറ്റി ക്ലീൻ ആയിട്ടില്ല. ഇവിടെയൊക്കെ ഈ കാണുന്ന ബാർബർ ഷോപ്പിൽ നിന്നൊക്കെ നമ്മള് ഹഷീഷ് ഓയിലും കഞ്ചാവൊക്കെ ഇവിടെ ഇവിടെ ഇതിനകത്ത് പോലീസ് വന്ന് പിടിച്ചേക്കണയാ. ഇവിടെ ഇപ്പോഴും സാധനം ഉണ്ട്, വിൽക്കുന്നുണ്ട്. ഇവിടെ കച്ചവടമുണ്ട്. ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര മണമുണ്ടോ? ഇവരൊക്കെ കച്ചവടം ഇപ്പൊ നമ്മള് കാണുമ്പോ വിചാരിക്കും ഇവര് ഉണക്കമീൻ വിൽക്കാനിരിക്കണയാണ്. ഉണക്കമീനല്ല, ഉണങ്ങിയ കഞ്ചാവ് വിൽക്കാനിരിക്കണേ. ഉണങ്ങിയ കഞ്ചാവ് ഇവിടുന്ന് പിടിച്ചാ ഈ ബാർബർ ഷോപ്പിൽ ഇവനെയൊക്കെ ഞങ്ങള് കഞ്ചാവും ഓയിലൊക്കെ ആയിട്ട് പിടിച്ചു കൊടുത്തേക്കുന്ന ഒരാളായി ഇരിക്കണേ. ഒരു ഭായി, അവനൊക്കെ പേര് നമുക്ക് അറിയണ എങ്ങനെയാ. അപ്പൊ ഇവനൊക്കെ ഈ എത്രയോ പ്രാവശ്യം പിടിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാം. അവനിപ്പോ ഇവിടെ ഇതായിട്ടിരിക്കുകയാണ്.
അപ്പൊ ഇവൻ എന്തിനാ ഇരിക്കണത് ഇത് വെക്കാൻ ഇത് മറയാണ്. അവരെ വേറെ ആളുണ്ട്. ഇപ്പൊ ഇവന്റെ കയ്യിൽ പിടിച്ചപ്പോൾ തപ്പിയാലൊന്നും കിട്ടൂല. ഇപ്പം വേറൊരാളെ വെച്ചുകൊണ്ട് വേറെ അപ്പുറത്തെ അവിടെ നിൽപ്പുണ്ടാവും. ഇവരെ കസ്റ്റമർ വന്നു കഴിയുമ്പോൾ അവരെ വിളിച്ചിട്ട് സാധനം കച്ചവടം ചെയ്യും. അതുപോലെ തന്നെ ഇത് തന്നെ മീൻ കച്ചവടം കണ്ട. ഈ മീന് നിങ്ങൾ 1 മാസം കഴിഞ്ഞ് വന്നാലും ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. ഈ മീൻ കച്ചവടം നടക്കൂല. ഇത് വെച്ചാലല്ലേ ഇരിക്കണേ. ഒണിങ്ങിയ കഞ്ചാവ് നാളെ വന്നാലും ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. ഈ സാധനം ഇത്രയും തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് കച്ചവടം കുറവാണ്. നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ ഇവിടെ നിന്ന് ഫുള്ള് 24 മണിക്കൂർ വീഡിയോ എടുത്താൽ ഈ മീന് കച്ചവടം ഇവിടെ ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് ആരെയും കാണുമ്പോൾ ഉണക്കമീൻ കച്ചവടം എന്ന് പറയാൻ വേണ്ടിയിട്ട് വെച്ചോണ്ടിരിക്കും. പോലീസുകാര് ശക്തമാക്കണം കൂടി അല്ലേ? പോലീസ് പരമാവധി അവര് ഇവിടെ നോക്കണുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട മാതിരിയാണ് കാര്യങ്ങൾ ചെയ്യില്ല എന്നാ എനിക്ക് തോന്നണേ. ഇപ്പോഴും ദയനീയമായ അവസ്ഥ. ഇതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെ സാധനം പിടിച്ചെന്നാണ് മുടിവെട്ടുകളൊക്കെ MDMA ഒക്കെ പിടിച്ചെന്നാ പറഞ്ഞത്. ഇതേ പോണണ്ട പെണ്ണ് പോണണ്ട പെണ്ണ് പോണണ്ട ഓടണണ്ട. ക്യാമറ കണ്ടപ്പോ ഓടിക്കളാണ്. ക്യാമറ കാണുമ്പോ ഓടിക്കളെ അല്ലേ? ഇഇങ്ങനെ എരിയിട്ടില്ല. ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് ചെല്ല. ഓവിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഹോൾസെയിൽ കടകളാണ്. അപ്പൊ ഇതിന്റെ ഹോൾസെയിൽ കടയിലോട്ടാണ് ഇതൊക്കെ പോണത്. കണ്ടാ ഇതൊരു ബായന്മാരുടെ ഗല്ലിയിലോട്ടാണ് പോണത്. പെരുമ്പാവൂര് ഇവിടെയൊക്കെ നിറച്ച് ബായന്മാരുടെ ഗല്ലി. ഇതൊക്കെ ബായന്മാരുടെ ഗല്ലിയാണോ? അതെ. മറ്റേ ചിക്കൻ മസാല തൂക്കിയിട്ടേക്കണേ. എന്താ ചിക്കൻ മസാല എങ്ങനെ ഇരിക്കണേ? ഇത് നമ്മളിപ്പോ കാണാൻ മാതിരി ഇരിക്കണേ. മറ്റുള്ള അത് നിരോധിത പാൻ മസാല ഹോൾസെയിലുണ്ട്. അതൊക്കെ വീഡിയോ എടുത്തോ. കത്തക്കത്തെ സാധനം ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. രമേശൻ ഇത്രയൊക്കെ വീഡിയോ മാക്സിമം അടിച്ചു കൊടുക്കല്ലേ? ഇത് ബാർബർ ഷോപ്പാണ്. ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ടിലേ ഇരിക്കണേ. ഇത് ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് സാധനം ഇരിക്കണ്ട. ഇനി ഇവരിത് പുറത്ത് വെച്ചേക്കണേ. ഇത് മറ്റതുണ്ടാവും അവരെ. എല്ലാം കണ്ടേ കംപ്ലീറ്റ്. ഇവിടെ മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരാണ് സുഹൃത്തുക്കളെ. ഇത്രയും വലിയ മുറി വാടക കൊടുത്ത്. ഈ മുറിയൊക്കെ മുനിസിപ്പാലിറ്റിയാണോ? ഇത് മുനിസിപ്പാലിറ്റി സ്വകാര്യ വ്യക്തിയല്ലേ. പക്ഷെ എന്നാലും ഇതേ കണ്ടില്ലേ പരസ്യമായിട്ട് നമ്മുടെ ഇത് നമ്മൾ കാണാൻ വേണ്ടി വെച്ചേക്കണേ. ഇനി കഞ്ചാവ് ഉണങ്ങിയ കഞ്ചാവും മറ്റേ ഡബ്ബയൊക്കെ ഇവിടെ ഉണ്ടാവും. അത് കസ്റ്റമർ വരുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കും. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇത് കണ്ട കംപ്ലീറ്റ് പുകയിലെ സംഭവം കേട്ടോ. ഇത് ഇങ്ങനെ നിർത്തി പിടിച്ച് സാധനം ചവച്ചിട്ടാണ് മൊത്തം തുപ്പിക്കൂട്ടുന്നത്. ഇവിടുന്നൊക്കെ ഞങ്ങൾ കഞ്ചാവ് ഇവിടുന്ന് പിടിച്ചേക്കണയാ. ഇതിനു മുമ്പ് ഇവിടുന്ന് കഞ്ചാവൊക്കെ പിടിച്ചേക്കണേ. കഞ്ചാവും ഡബ്ബയും ഒക്കെ പിടിച്ച് പോലീസിനൊക്കെ ഏൽപ്പിച്ചേക്കണേ. ഇവിടെ കൊറേ മുടിവെട്ടുണ്ട് അല്ലേ? ഇവിടെ കൊറേ മുടിവെട്ടുകളുണ്ട് കേട്ടോ. കൊറേ മുടിവെട്ടുണ്ട്. മുടിവെട്ട് കട, മീൻ കട എന്നൊക്കെ പറയുന്നിട്ട് ഇവന്മാര് ഇവിടെ ഹോൾസെയിൽ കച്ചവടം എന്ന് പറയണം. ഇതാണ് പെരുമ്പാവൂരിന്റെ അവസ്ഥ കേട്ടോ. ബാർബർ ഷോപ്പിന്റെ പകുതി നമ്മള് കാണാൻ വേണ്ടി ഇവരിപ്പോ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഇവരതെല്ലാ സാധനവും കിട്ടും. സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പെരുമ്പാവൂർ PP റോഡാണ്. PP റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ജ്യോതി തിയേറ്റർ, അതുപോലെ അമൽ പാലസ്, ഇവിടെ ഒരു ജംഗ്ഷനാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉത്സവം പോലെയാണ്. മയക്കുമരുന്ന്, കഞ്ചാവ് എന്ന് വേണ്ട ഈ പെൺവാണിഭ സംഘങ്ങൾ മൊത്തം നമ്മുടെ നാട് കീഴടക്കാൻ അവരുണ്ട്. നമ്മളിനി എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ നമുക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പോൾ നമുക്കെതിരെ കേസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ കൈകാര്യം ചെയ്ത് നിർത്തിയേക്കാം. നാട്ടിലെ എല്ലാവർക്കും ആർക്കും പരാതിയില്ല. പിന്നെ നമ്മൾ മാത്രം പരാതി പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ അത് നിർത്തിയേക്കാണ്. ഇപ്പം നിങ്ങൾ വന്നിട്ട് നമ്മുടെ ഈ പെരുമ്പാവൂരിനെ കുറിച്ച് പലരും ഇങ്ങനെ ഞങ്ങളുടെ നാടിനെ കുറിച്ച് മൈനസായിട്ട് പറയണേ, പോസിറ്റീവ് ഒന്നും പറയണില്ല എന്ന് പറഞ്ഞു. നമ്മൾ കണ്ണിൽ കാണുന്നതായി പറയണേ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമല്ലോ. നിരോധിത പാൻ മസാല പാടില്ല എന്നും തിരുവനന്തപുരം അവിടെ ഇവിടെയൊക്കെ മറ്റുള്ള ഈ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും ഇതൊക്കെ പിടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പെരുമ്പാവൂരിൽ നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നണേ ഒന്നല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം, അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ മലയാളികളെ ശക്തന്മാരായവർ ഇതിൻ്റെ പിന്നിലുണ്ട്.